BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനുകൃഷ്ണ. ജപ്പാൻ ജലവിതരണ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടും നന്നാക്കാൻ നടപടിയില്ല. അരൂർ പഞ്ചായത്തിലെ തിരക്കേറിയ റോഡുകളിലൊന്നായ കളത്തറ റോഡിലാണ് പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നത്. അരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് രാഖി ആന്റണി ഇത് സംബന്ധിച്ച് അധികൃതരെ അറിയിച്ചിട്ടും നടപടിയില്ല. ഉയരപാത നിർമ്മാണം നടക്കുന്നതിനാൽ നൂറുകണക്കിന് വാഹനങ്ങളാണ് കളന്തറ റോഡിലൂടെ പോകുന്നത്. കായൽ വെളിയേറ്റം ശക്തമായതിനാൽ കായലിലെ ഉപ്പുവെള്ളവും പൊട്ടിയ പൈപ്പിലേക്ക് കയറാൻ സാധ്യതയുണ്ട്. അടിയന്തരമായി പൈപ്പ് നന്നാക്കിയില്ലെങ്കിൽ കളത്തറ റോഡ് ഉപരോധിക്കുമെന്നും പരിസരവാസികൾ പറഞ്ഞു. രായമംഗലം പഞ്ചായത്തിൽ കനാൽ ബണ്ട് റോഡുകൾ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് ഉന്നത നിലവാരത്തിൽ ടാർ ചെയ്യുന്ന പദ്ധതി ആരംഭിച്ചു. ആദ്യമായി 10-ാം വാർഡ് പറമ്പിപ്പിടിക MC റോഡ്, ഹൈ ലെവൽ കനാൽ ബണ്ട് റോഡ് ഉന്നത നിലവാരത്തിൽ നവീകരണം ആരംഭിച്ചു. വീതി കൂട്ടൽ, സൈഡ് കോൺക്രീറ്റ്, സൈഡ് ലൈൻ അടക്കമുള്ള ജോലികൾ ചെയ്യും. പേവർ, വൈബ്രേറ്റർ അടക്കമുള്ള യന്ത്രസഹായത്തോടെ 40 mm ടാറിംഗ് ആണ് ചെയ്യുന്നത്. ഒട്ടേറെ വ്യവസായ സ്ഥാപനങ്ങളുള്ള പഞ്ചായത്തിൽ ഭാരവാഹനങ്ങൾ പോകുന്നതിന് റോഡുകളുടെ നിലവാരം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണിതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് NP അജയ്കുമാർ, വാർഡംഗം മിനി ജോയ്, പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ G സുഭാഷ് എന്നിവർ അറിയിച്ചു. കൃഷിയിൽ 100 മേനിയുടെ തിളക്കവുമായി കബീർ മൗലവിയും കുടുംബവും. പുരയിടത്തിലും മട്ടുപ്പാവിലും കൃഷി ചെയ്ത് തിളക്കമാർന്ന നേട്ടം കൊയ്യുകയാണ് അരുക്കുറ്റി കുടമ്പുറം ജംഗ്ഷൻ തുണ്ടുചിറയിൽ കബീർ മൗലവിയും കുടുംബവും. വീടിന്റെ മട്ടുപ്പാവിൽ 10 മണി ചെടിയുടെ വിശാല ശേഖരവുമുണ്ട്. 70-ലധികം വ്യത്യസ്ത പൂക്കളാണ് മട്ടുപ്പാവിൽ വിരിയുന്നത്. പള്ളി ജോലിയും മദ്രസ ജോലിയും കഴിഞ്ഞു വന്നാൽ പിന്നെ മൗലവി കൃഷിക്കാരനാണ്. അങ്കണവാടി വർക്കറായ ഭാര്യ ജൗഹറത്തും മകൻ ഫാറൂഖും മൗലവിയുടെ ഒപ്പം പരിചരണത്തിനുണ്ടാകും. 10 മണി ചെടികളിൽ പേഴ്സിലൈൻ, പോട്ടുലുക, സിൻഡ്രല, ടൈഗർ സ്ട്രിപ്പ് തുടങ്ങിയവയുമുണ്ട്. നഗരമേഖലകളിൽ ഓരുവെള്ളം കയറുന്നതിന് മൂലമുള്ള വെള്ളക്കെട്ട് പരിഹരിക്കാൻ കായൽ ഡ്രെഡ്ജിങ്ങിനായി ബജറ്റിൽ 10 കോടി രൂപ അനുവദിക്കണമെന്ന് കോർപ്പറേഷൻ. ബജറ്റിന് മുന്നോടിയായി ധനമന്ത്രി KN ബാലഗോപാലുമായി നടത്തിയ ചർച്ചയിൽ മേയർ M അനിൽകുമാറാണ് ഈ ആവശ്യം മുന്നോട്ട് വെച്ചത്. തോപ്പുംപടി മുതൽ ഇടക്കൊച്ചി വരെയും ഇടക്കൊച്ചി മുതൽ പെരുമ്പടപ്പ് വരെയും പെരുമ്പടപ്പ് മുതൽ പണ്ടാരച്ചിറ വരെയുമുള്ള പ്രദേശങ്ങളിലെ കായലിൽ പൂർണ്ണമായും എക്കൽ നിറഞ്ഞു. ഇതുമൂലം മുൻപില്ലാത്ത തരത്തിലുള്ള വേലിയേറ്റമാണ് 2 വർഷമായി അനുഭവിക്കുന്നത്. കോർപ്പറേഷന്റെ 11 ഡിവിഷനുകൾ 30,000 വീടുകൾ ഈ പ്രദേശത്തുണ്ട്. തേവര, വടുതല ഭാഗങ്ങളിലും സമാന സാഹചര്യമാണ്. വർഷം തോറും വേലിയേറ്റത്തിന്റെ തോത് വർദ്ധിക്കുന്നതിനാൽ വീടുകൾക്ക് അകത്തേക്കും വെള്ളം കയറുന്നു. ആളുകൾക്ക് ശുചിമുറി ഉപയോഗിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. ഈ സ്ഥിതി തുടർന്നാൽ കൊച്ചിയിലെ ഈ പ്രദേശങ്ങളിൽ ജനജീവിതം അസാധ്യമാകും. എക്കൽ നിറഞ്ഞ കായലിൽ മത്സ്യബന്ധനം നടത്താനാകാത്തതിനാൽ മത്സ്യത്തൊഴിലാളികളും മത്സ്യ അനുബന്ധ മേഖലയിലെ തൊഴിലാളികളും പ്രതിസന്ധിയിലാണെന്നും മേയർ ധനമന്ത്രിയോട് പറഞ്ഞു. വിദ്യാഭ്യാസ സ്ഥിരസമിതി ചെയർമാൻ VA ശ്രീജിത്തും മേയർക്കൊപ്പം ചർച്ചകളിൽ പങ്കെടുത്തു. ചർച്ചയിൽ ഉയർന്ന പ്രധാന ആവശ്യങ്ങൾ: ഫോർട്ട് കൊച്ചി ബീച്ചിന്റെ സംരക്ഷണവും ആധുനിക രീതിയിലുള്ള നവീകരണവും ഉറപ്പാക്കണം. കായലിലെ ദ്വീപിൽ അറബിക്കടലിന്റെ റാണി പ്രതിമ നിർമ്മിക്കാനുള്ള വിനോദസഞ്ചാര പദ്ധതി നടപ്പാക്കണം. കായിക മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തണം. കൊച്ചിൻ മാസ്റ്റർ പ്ലാൻ നിർദ്ദേശങ്ങൾ നടപ്പാക്കണം. എറണാകുളം KSRTC ബസ് സ്റ്റാൻഡ് നവീകരണം. ഭൂമി തരം മാറ്റുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കണം. വ്യാപാര മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ആനുകൂല്യങ്ങൾ ലഭ്യമാക്കണം. സ്ത്രീ സംരംഭകർക്ക് പിന്തുണയും പ്രോത്സാഹനവും നൽകണം. നഗരത്തിലെ റോഡ് വികസനം, മേൽപ്പാലം പദ്ധതികൾ നടപ്പാക്കാൻ മുൻഗണന നൽകണം. ബജറ്റിൽ കൊച്ചിയുടെ ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന് മന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. സംസ്ഥാന ബജറ്റിന് മുന്നോടിയായി മേയറുടെ നേതൃത്വത്തിൽ നഗരത്തിലെ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും പ്രതിനിധികളുമായി മന്ത്രി ചർച്ച നടത്തി. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011722 ബന്ധപ്പെടാവുന്നതാണ്. സാങ്കേതിക ജോലികൾ കാരണം തിരുവനന്തപുരം ഡിവിഷൻ ട്രെയിൻ സർവീസുകളിൽ നിയന്ത്രണമുണ്ടാകുമെന്ന് റെയിൽവേ അറിയിച്ചു. എറണാകുളം ജംഗ്ഷൻ ഷൊർണൂർ സ്പെഷ്യൽ സർവീസ് 18, 25 ദിവസങ്ങളിൽ പൂർണ്ണമായും റദ്ദാക്കി. 19-ന് റദ്ദാക്കിയവ: ഷൊർണൂർ എറണാകുളം ജംഗ്ഷൻ സ്പെഷ്യൽ സർവീസ്, ഗുരുവായൂർ എറണാകുളം ജംഗ്ഷൻ പാസഞ്ചർ, കോട്ടയം എറണാകുളം ജംഗ്ഷൻ പാസഞ്ചർ. 18, 25 ദിവസങ്ങളിൽ ഭാഗികമായി റദ്ദാക്കിയത് ചെന്നൈ എഗ്മോർ ഗുരുവായൂർ എക്സ്പ്രസ് ചാലക്കുടിയിൽ സർവീസ് അവസാനിപ്പിക്കും. ചാലക്കുടിക്കും ഗുരുവായൂരിനും ഇടയിൽ സർവീസില്ല. ഇതേ ദിവസങ്ങളിലെ ചെന്നൈ സെൻട്രൽ
ആലപ്പുഴ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് പാലക്കാട് വരെയാകും സർവീസ് നടത്തുക. തിരുവനന്തപുരം സെൻട്രൽ ഗുരുവായൂർ എക്സ്പ്രസ് എറണാകുളം ജംഗ്ഷൻ വരെയാകും സർവീസ്. കാരയ്ക്കൽ എറണാകുളം ജംഗ്ഷൻ എക്സ്പ്രസ് പാലക്കാട് സർവീസ് അവസാനിപ്പിക്കും. മധുര ഗുരുവായൂർ എക്സ്പ്രസ് ആലുവ വരെയാകും സർവീസ് നടത്തുക. 19-26 ദിവസങ്ങളിൽ ഭാഗികമായി റദ്ദാക്കിയത് ആലപ്പുഴ ചെന്നൈ സെൻട്രൽ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് വൈകിട്ട് 7:50 പാലക്കാട്ട് നിന്നാകും സർവീസ് ആരംഭിക്കുക. എറണാകുളം കണ്ണൂർ എക്സ്പ്രസ് തൃശ്ശൂരിൽ നിന്ന് രാവിലെ 7:16 സർവീസ് ആരംഭിക്കും. എറണാകുളത്തിനും തൃശ്ശൂരിനും ഇടയിൽ 2 ദിവസവും സർവീസില്ല. ഗുരുവായൂർ തിരുവനന്തപുരം സെൻട്രൽ എക്സ്പ്രസ് എറണാകുളം ജംഗ്ഷനിൽ നിന്ന് രാവിലെ 5:20 പുറപ്പെടുക. എറണാകുളം ജംഗ്ഷൻ കാരയ്ക്കൽ എക്സ്പ്രസ് പാലക്കാട് നിന്ന് പുലർച്ചെ 1:40 സർവീസ് ആരംഭിക്കുക. കിൻഫ്ര ഹൈടെക് പാർക്കിൽ കമ്പനി സ്ഥാപിക്കുന്നതിനായി മണ്ണ് മാറ്റുന്നതിനിടയിൽ നൂറ്റാണ്ടോളം പഴക്കമുള്ള കല്ലറയും അതിനുള്ളിൽ അസ്ഥിക്കൂടവും കണ്ടെത്തി. ഫോറൻസിക് വിദഗ്ധരെത്തി അസ്ഥികൾ പരിശോധനയ്ക്കെടുത്തു. അസ്ഥിക്കൂടം പോസ്റ്റ്മോർട്ടത്തിനായി എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് മണ്ണ് നീക്കുന്നതിനിടെ വ്യാഴാഴ്ച വൈകിട്ട് 5 മണിയോടെയാണ് കല്ലറയും അസ്ഥിക്കൂടവും കണ്ടെത്തിയത്. കമ്പനി ഉടമ വിവരം പോലീസിനെ അറിയിക്കുകയായിരുന്നു. 1963 HMT സ്ഥാപിക്കുന്നതിന് താമസക്കാരെ ഒഴിപ്പിച്ച് സ്ഥലമുടമകളിൽ നിന്ന് ഏറ്റെടുത്ത ഭൂമിയാണിത്. അതിനു മുന്നേ മറവ് ചെയ്ത ജഡമായിരിക്കുമെന്നാണ് കരുതുന്നത്. കുഴി താഴ്ത്തി മൃതദേഹം മറവ് ചെയ്ത ശേഷം അതിനു മുകളിൽ വെട്ടുകല്ലുകൊണ്ട് കൽപ്പലകൾ മേൽക്കൂര കണക്കെ പാകിയ നിലയിലാണ് കല്ലറ കണ്ടെത്തിയത്. HMT 240 ഏക്കർ ഭൂമി ഹൈടെക് പാർക്കിനായി 2002 കിൻഫ്രയ്ക്ക് കൈമാറിയിരുന്നു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സൂംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614.